രാവിലെ ട്രാക്ക് ഷൂട്ടിലൊക്കെ ആണല്ലോ രാവിലെ അല്ലേ? ട്രാക്ക് ഷൂട്ട് എന്ന് പറഞ്ഞാൽ ഞാൻ ഈ തെരഞ്ഞെടുപ്പ് മൂർധന്യാവസ്ഥയിലെത്തുന്നതിന് മുമ്പായിട്ട് ഞാൻ നടന്നുകൊണ്ടിരുന്ന സ്ഥലമാണിത്. ഇപ്പൊ സമയം കിട്ടുന്നില്ല, ഇപ്പോൾ നടക്കാൻ പറ്റുന്നില്ല. പിന്നെ ട്രാക്ക് ഷൂട്ട് അതിന്റെ 100 ഇരട്ടി നടക്കുന്നുണ്ടല്ലോ. എക്സസൈസ് വേറെ വേണ്ട, ഇപ്പൊ വേണ്ട. നല്ല ക്ഷീണമുണ്ട്. പറഞ്ഞാല് 3 ദിവസമായിട്ട് 2 മണിയാകുമ്പോഴാണ് ഉറങ്ങുന്നത്. പിന്നെ അതിന്റെ പുറത്ത് നോമ്പും പിന്നെ ഈ ചൂടും എല്ലാം കൂടി ഒരു ഈ ചൂട് യഥാർത്ഥത്തില് പ്രചരണ രംഗത്ത് വലിയ സ്ഥാനാർത്ഥിക്ക് ഒട്ടും പ്രവർത്തകർക്ക് വേണേൽ ഇടയ്ക്കിടയ്ക്ക് മാറി നിൽക്കാം, പക്ഷെ സ്ഥാനാർത്ഥിക്ക് മാറാനേ കഴിയില്ലല്ലോ. പറയാൻ പറ്റത്തില്ല. കാര്യം ഇപ്പൊ ഇന്നലെ ഇപ്പോൾ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഒരിടത്ത് ചെന്നപ്പോഴത്തേക്ക് കുതിരയെ കൊണ്ടുവന്ന് അതിനകത്ത് തന്നെ കയറ്റി. പിന്നെ അത് അന്നേരം കയറിയപ്പോൾ അറിഞ്ഞില്ല, പക്ഷെ ഇറങ്ങിയപ്പോഴാണ് അതിന്റെ ഒരു നടുവിന്റെ. അതുപോലെ തന്നെ രാവിലെ ഒരു 8 മണിയായപ്പോൾ കയറിയതാ ഇതിന്റെ ഓപ്പൺ ജീപ്പിന്റെ പുറത്ത്. ഇന്നലെ ഫൈനൽ കേന്ദ്രത്തിലെത്തുമ്പോൾ 12:30 മിനിഞ്ഞാന്നും 12:30. കാര്യം 10 മണി കഴിഞ്ഞ് പറ്റത്തില്ലല്ലോ. പക്ഷെ എന്നാലും പ്രവർത്തകർ കാത്തിരിക്കുന്നു. ഒരു 300-400 പേര് രാത്രി 12 മണി വരെ കാത്തിരിക്കും. നമ്മളെന്ത് ചെയ്യും? ചെല്ലാതിരിക്കാൻ പറ്റുമോ? MP ആകാൻ ചിലരെ കഷ്ടപ്പാടൊന്നും അല്ലേ? MP ആവണമെങ്കിൽ കുറേ കഷ്ടപ്പെടണം, അല്ലാതെ വെറുതെ ഒന്നും പറ്റത്തില്ല. അല്ലെങ്കിൽ തന്നെ ഈ നമുക്കിപ്പോ BP ഇതൊക്കെ സാധാരണ എല്ലാവർക്കും വരുന്നതാണ്. പക്ഷേ ഈ സിൻസിയറായി പ്രവർത്തിക്കുന്ന പൊളിറ്റീഷ്യൻസൊക്കെ ഈ BP കൂടും. ഇപ്പം ഞാൻ 3 നേരം മരുന്ന് കഴിക്കുന്നുണ്ട്. വെച്ചാൽ എന്തൊരു ടെൻഷൻ. രാവിലെ അവിടെ പോകാൻ പറ്റില്ല, ഇവിടെ പോകാൻ പറ്റില്ല. ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ഓർത്താൽ ചിലർ വളരെ കൂളായിട്ട് എന്നോട് ചില രാഷ്ട്രീയ നേതാക്കന്മാർ ഉപദേശിച്ചിട്ടുണ്ട്, ഇതൊന്നും മൈൻഡരുത്. ഏതാ ഇങ്ങനെ അതൊരു വഴിക്ക് കിടക്കും. രാവിലെ എഴുന്നേറ്റാൽ ഫോൺ എടുത്താൽ അപ്പോഴേ ലോൺ ബാങ്ക് കുടിശ്ശിക 2 ലക്ഷം 3 ലക്ഷം. MP-ക്ക് അതല്ല, നമ്മൾ എവിടെയെങ്കിലും ഒപ്പിച്ചു കൊടുക്കാനായി പറയുന്നത്. ഏതാ ആളുകൾ വിളിക്കുന്നത്. പിന്നെ വീട്, ഈ ഇങ്ങനെയുള്ള പരാധീനതകളാണ് ദിവസവും രാവിലെ കേൾക്കുന്നത്. അപ്പൊ തന്നെ നമ്മുടെ മുഴുവൻ ഇതും പോകും. കാര്യം ഇന്നത്തെ വർക്ക് മുഴുവൻ അവർക്ക് വേണ്ടി മാറ്റി വെക്കേണ്ടി വരും. ആരെങ്കിലും ഒരാളെ ലോണൊക്കെ കുടിശ്ശിക കൊടുക്കുന്ന പറഞ്ഞാൽ ആരും കൊടുക്കത്തില്ല ഇന്നത്തെ കാലത്ത്. ഇപ്പൊ വീട് വെക്കുന്നതൊക്കെയാണെങ്കിൽ സന്നദ്ധ സംഘടനകളോട് പറഞ്ഞാൽ അവർ ചെയ്യും. പക്ഷെ വായ്പ കുടിശ്ശിക തീർക്കണമെന്ന് പറഞ്ഞാൽ ഈ രാജ്യത്തെ മുഴുവൻ എല്ലാവരും കടമെടുത്തിട്ടില്ല ചെയ്യുന്നത്. ആരും കൊടുക്കുക. എങ്ങനെയുണ്ട് രാഷ്ട്രീയ കാലാവസ്ഥ? രാഷ്ട്രീയ കാലാവസ്ഥ എനിക്ക് 101% ആത്മവിശ്വാസം ഇവിടെ ഉണ്ട്. കാര്യം എനിക്ക് പൾസറിയാം. ഗൗരവമായിട്ട് ഞാൻ മത്സരിക്കുന്ന സമയത്ത് എന്നോട് എല്ലാവരും ചോദിച്ചു, ഗൗരവമായിട്ട് മത്സരിച്ച് ജയിക്കാൻ പോകണം, ഒന്നും നടക്കുന്ന കാര്യമില്ല, വെറുതെ അമിതമായി സ്വപ്നം കാണരുത് എന്നൊക്കെ പലരും ഉപദേശിക്കുന്ന പോലും ഉണ്ടായിരുന്നു. പക്ഷെ കൃത്യമായി ഞാൻ മാധ്യമങ്ങളോട് പറഞ്ഞ് ഇത്ര വോട്ട് ജയിക്കുന്നു പറഞ്ഞു. അതുപോലെ തന്നെ സംഭവിച്ചു. അതുപോലെ തന്നെ 3ാമത് ഞാൻ മത്സരിക്കുമ്പോഴത്തേക്ക് എൻ്റെ ഭാര്യ ഒരു പ്രമുഖ പത്രം ഭാര്യയോട് അവർ സമ്മാനം വെച്ചിട്ടുണ്ടായിരുന്നു. ഭാര്യ അടുത്ത് എല്ലാ ഭാര്യമാരോടും ചോദിച്ചു, എൻ്റെ കയ്യിൽ മാത്രമല്ല എത്ര വോട്ട് ജയിക്കും, ഒരു സമ്മാനമാണ്. അപ്പോൾ അവളെന്നെ വിളിച്ചിട്ട് ചോദിച്ചു എത്ര പറയണം എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു 40,000 വോട്ടിൻ്റെ ഭൂരിപക്ഷം പറഞ്ഞു. ഉടനെ അവർ പറഞ്ഞു അത്രയൊക്കെ പറയണം. അതൊരു അമിതമോഹമല്ലേ അല്ലേ? അത്രയൊക്കെ പറയണം, നമുക്ക് ഇച്ചിരി കുറച്ച് പറഞ്ഞാൽ പോരെ. ഞാൻ പറഞ്ഞു നീ പറ, ധൈര്യമായിട്ട് പറയാമെന്ന് പറഞ്ഞു. കൃത്യമായിട്ട് 39,000 വോട്ടിൻ്റെ ഭൂരിപക്ഷം ജയിച്ചു. ഏതാ കണക്കൊന്നും തെറ്റിയിട്ടില്ല. അപ്പോൾ ഏത് ഇലക്ഷനിൽ ഞാൻ മത്സരിക്കാൻ ശ്രമിക്കുമ്പോഴും എനിക്കൊരു കണക്കുണ്ട്. ഈ ന്യൂസ് 18ന്റെ ഒരു പ്രവചന മത്സരമുണ്ട് ഇത്തവണ, എത്ര വോട്ടിന് ജയിക്കും? എന്തായാലും ഞാൻ കണക്കൊന്നും പറയുന്നില്ല. കഴിഞ്ഞ തവണത്തിന്റെ ഒരു 3-4 ഇരട്ടി ഏറ്റവും ചുരുങ്ങിയത് വരും. അതായത് കഴിഞ്ഞ തവണ 10,000. അപ്പോൾ ഒരു 40,000 വോട്ട്. 40,000 അല്ല, അത് കൂടുതൽ 50,000 മുകളിൽ പോകും. ഒരു ചിലപ്പോൾ അതിലും കൂടും, യാതൊരു സംശയമില്ല. 1,00,000 മേളിൽ വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ തന്നെ മിനിമം. വീട്ടിലിരുന്ന് കണക്ക് കൂട്ടുന്ന ആൾക്കാരായിട്ടാ ഇവര് കഴിഞ്ഞ പ്രാവശ്യം കണക്ക് കൂട്ടുന്നത്. ചേച്ചി പിന്നെ ആരിഫിക്ക പറയുന്ന പോലെ അത്ര കയറ്റി പിടിക്കത്തൊന്നുമില്ല. ചേച്ചി എല്ലാം താഴ്ത്തി പിടിക്കുന്ന ആളാണ്. പക്ഷെ ഇവര് വീട്ടിൽ ഇരുന്ന് കണക്കൂട്ടി ഇവരുടെ കണക്ക് മിക്കവാറും ശരിയാവുന്ന ആൾക്കാരാണ് കേട്ടോ. അല്ല, നമുക്ക് ഈ ജനങ്ങളുടെ ഇടയിൽ ഇറങ്ങുമ്പോൾ എന്റെ പൾസ് മനസ്സിലാക്കാൻ പറ്റും. കാര്യം അവർക്ക് നമ്മൾ ലൈവായിട്ടുണ്ടായിരുന്നല്ലോ, വെറുതെ കള്ളതരം പറയുമല്ലോ. ആലപ്പുഴയിൽ ജനിച്ചു, ജീവിച്ചു, വളർന്നു. ആലപ്പുഴക്കാരനെ എപ്പോഴും ഇപ്പം ഞാൻ വന്നു എൻ്റെ സ്വന്തം വണ്ടി ഞാൻ ഓടിച്ചാ വന്ന് സൈക്കിളെ ഓട്ടി നടന്നു മീൻ മാർക്കറ്റിൽ പോയി. ഇതൊക്കെ എൻ്റെ വീട്ടിലേക്ക് സാധനം മേടിക്കാൻ വന്നല്ലേ ഞാൻ പോകണമല്ലേ, ഭാര്യ വേറെ ആരും ഇല്ല, മക്കൾ രണ്ടുപേരും ഇല്ല. അപ്പം വേറെ ആരെങ്കിലും ഇപ്പോൾ എൻ്റെ എതിർ സ്ഥാനാർത്ഥിയാണ് മാർക്കറ്റിൽ പോയി മീൻ മേടിക്കുന്നെങ്കിൽ അത് ഫേസ്ബുക്ക് വാർത്തയാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം വാർത്തയില്ല. അല്ല, ഇവര് ഡ്രൈവ് ചെയ്ത് തന്നെ എല്ലാ സ്ഥലത്തും പോകുന്നത്. അതാണ് വൈകുന്നേരം സ്വന്തമായിട്ട് ഡ്രൈവ് ചെയ്തിട്ടാണ് എല്ലാ സ്ഥലത്തും പോകുന്നത്. പിന്നെ കണ്ടിട്ടുള്ള ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാലേ എല്ലാ പോസ്റ്ററും ശ്രദ്ധിച്ചിട്ടുണ്ടോ? ആരിഫിക്കയുടെ പോസ്റ്റർ എല്ലാം ഇതിനകത്ത് സ്വന്തമായിട്ട് എല്ലാം ഡിസൈൻ ചെയ്യിക്കുന്ന എല്ലാം. ഇതിനു മുമ്പ് സുരേഷ് കുറുപ്പിന്റെ പോസ്റ്ററാണ് കേരളത്തിൽ
വളരെ ചർച്ചയായ ഒരു പോസ്റ്റർ. സുരേഷ് കുറുപ്പിന്റെ പോസ്റ്റർ അന്ന് വരെ ഉണ്ടായിരുന്ന എല്ലാ രീതിയെ മാറ്റിമറിച്ചുകൊണ്ടുള്ള പോസ്റ്ററായിരുന്നു. ഇപ്പൊ എനിക്ക് തോന്നുന്നു കേരളത്തിൽ ഞങ്ങൾ കുറെ സ്ഥലങ്ങളിലെല്ലാം സഞ്ചരിച്ച്, പക്ഷേ പോസ്റ്റർ ഡിസൈനിങ്ങിൽ ഈ ആളുകൾ മമ്മൂട്ടി കണ്ണൂർ പോയി, വടകര പോയി, തൃശ്ശൂർ പോയി, പക്ഷെ പോസ്റ്റർ ഇത്ര മനോഹരമായിട്ട് ഇപ്പം പോസ്റ്റർ വീക്ക്നെസ് ആയി. ഇപ്പൊ പറഞ്ഞില്ലേ 12:30 മണിക്കാ വന്നതെന്ന്. നാളെ ഒരു പോസ്റ്റർ എടുക്കാൻ റിലീസ് ചെയ്യാനുണ്ടെങ്കിൽ 12:30 ആ പോസ്റ്റർ നോക്കരുത്. അതെ, നോക്കുന്നു. കാര്യം വെച്ചാല് കഴിഞ്ഞ വർഷത്തെ എന്റെ പോസ്റ്റർ ആണ് 1650 എൻട്രികളിൽ ബാത്ര അവാർഡ് ഓൾ ഓവർ ഇന്ത്യ നമ്പർ 1 ആയിട്ട് എന്റെ പോസ്റ്റർ തിരഞ്ഞെടുത്തത് ഡിസൈനിൽ. അപ്പോൾ അതിന് മുമ്പും അത് തന്നെ കിട്ടി. MLA ആയിരുന്നപ്പോൾ മത്സരിച്ചപ്പോഴും 1ാം നമ്പർ പോസ്റ്റർ എന്തായിരുന്നു. പോസ്റ്റ് എനിക്ക് ചെറുപ്പം മുതലേ ഒരു വീക്ക്നെസ് ഉണ്ട്. ഒന്ന്, ഈ ചിത്രം വരയ്ക്കും, കാലിയോഗ്രാഫി നിങ്ങൾ എഴുതി തന്നെ ഞാനിപ്പോൾ കാണിച്ചു തരാം. അതെൻ്റെ ഒരു വീക്ക്നെസ്സാണ്. കാര്യം ചില അക്ഷരങ്ങൾ ഇങ്ങനെ മനോഹരമായി ഇംഗ്ലീഷ് അക്ഷരങ്ങൾ എഴുതുന്നത് അതിങ്ങനെ ഒരു ആർട്ടാണത്. കാലിയോഗ്രാഫി നമ്മുടെ അതാണ്. ചെറുപ്പം പോലെ എന്നെ കൊണ്ടാണ് സ്കൂൾ സർട്ടിഫിക്കറ്റ് എല്ലാം ടീച്ചേഴ്സൊക്കെ എഴുതിപ്പിക്കുന്നത്. അപ്പോൾ അത് അങ്ങനെ വെച്ചുകൊണ്ട് ഞാനിങ്ങനെ ഏതൊരു പത്രം കണ്ടാലും ആ പത്രം വായിക്കുന്നതിന് മുമ്പായിട്ട് പത്രം ഡിസൈൻ, ഇപ്പോൾ മനോരമ തന്നെ അതിൻ്റെ അവരുടെ ഡിസൈൻ മാറ്റി. ആ ഡിസൈൻ മാറ്റിയപ്പോൾ എന്താണ് അതിൻ്റെ ഒരു ഇമ്പാക്ട് നോക്കി കഴിഞ്ഞാൽ അതിൻ്റെ റിസൾട്ട് നമ്മൾ നോക്കും. ആ റിസൾട്ട് ഇതിന്റെ ചിലതിലൊക്കെ ഉണ്ടാകും. അപ്പൊ ഇത് ഡിസൈൻ ചെയ്യുന്നത് സ്വന്തമായിട്ട് തന്നെയാണ്, അല്ല വേറെ ഡിസൈൻ അതല്ലേ അതിന്റെ ആശയങ്ങൾ കൊടുക്കുന്നത് സ്വന്തമായിട്ട് തന്നെയാണ്. അത് ഈ പാറ്റേൺ ഒക്കെ നോക്കിയിട്ടുണ്ടോ? ഡ്രസ്സും ആ ഒരു പോസ്റ്ററിന്റെ ഒരു കളർ ടോണും എല്ലാം കൂടെ ഒരുമിച്ചൊരു കോമ്പിനേഷനാണ്. അല്ല, അത് നമ്മൾ ഞാൻ നാഷണലി ഇന്റർനാഷണലി ഒക്കെ പോയാൽ നമ്മൾ അവിടുത്തെയൊക്കെ ഓരോ പരസ്യങ്ങൾ ശ്രദ്ധിക്കും. ആ പരസ്യങ്ങളൊക്കെ എങ്ങനെയാണ് ചെയ്തിരിക്കുന്നത് നോക്കും. അതുപോലെ തന്നെ എനിക്ക് ഏറ്റവും വലിയ ഹെറിറ്റേജ് ആയിട്ടുള്ള ഈ നമ്മുടെ ആർക്കിടെക്ട്, അതാണ് ഏറ്റവും കൂടുതൽ എന്നെ ആകർഷിക്കുന്നത്. ഞാൻ ആരൂരിൽ ചെയ്യുന്ന ഇവിടെ എനിക്ക് ഒരുപാട് വ്യത്യാസം ഉണ്ടായത് ഇവിടുത്തെ പല മേഖലകളിലും വ്യത്യാസം സംഭവിച്ചിട്ടുണ്ടല്ലേ. ഒന്നും ഞാൻ ഈ PWDക്കാരെ കൊണ്ട് വരപ്പിക്കത്തില്ല, ചെയ്യിക്കത്തില്ല. കാര്യം വെച്ചാൽ കോളമാക്കി കളയും. അവർക്കൊരു കോമൺ പാറ്റേൺ ഉണ്ടല്ലോ, ഒരു ബോക്സ് അടിക്കിയ പോലെയാണല്ലോ. നിയമസഭയിൽ അന്ന് നടത്തിയ ഒരു പ്രസംഗമുണ്ട്. ഞാൻ പറഞ്ഞ് തീപ്പെട്ടിക്കൂടി ടെക്നോളജി മാറ്റി ആർക്കിടെക്ട് വിങ്ങിനെ ഉണ്ടാക്കണം. അല്ലാതെ PWD മുഖം മാറുന്നത് ആളുകൾ അറിയണം. അന്ന് G. സുവാരസാവായിരുന്നു മന്ത്രി. പുള്ളി അന്നത്തെ ദിവസം ആർക്കിടെക്ട് വിങ് ഉണ്ടാക്കി. എന്നിട്ട് പുള്ളി എന്നെ പ്രശംസിച്ചുകൊണ്ട് പറഞ്ഞു, ഇത് കണ്ട അരൂരിൽ ഒരു വേ സൈഡ് അമ്യൂണിറ്റി സെന്റർ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. ഞാനത് കുമാർ ഗ്രൂപ്പിനെ കൊണ്ട് ഡിസൈൻ ചെയ്തതാണ്. വെറും 1 കോടി രൂപയുടെ സാധനമാണ്, പക്ഷെ ആ 1 കോടി രൂപയുടെ അല്ല, അതിൻ്റെ ഡിസൈൻ അതാണ്. അപ്പം അങ്ങനെ നമ്മൾ ഓരോന്നും ഞാൻ ചെയ്യുന്നതാണ്. അജിത്ത് ആർക്കിടെക്ട് ഇവരെല്ലാവരും ഫ്രണ്ട്ഷിപ്പ് ഒറ്റ പൈസ കൊടുത്തിട്ടല്ല, പാവങ്ങൾ നമുക്ക് ചെയ്തു തരുന്നതാണ്. അവർ ഒരുപാട് പൈസ മേടിച്ച് സർക്കാരിനെ മറ്റുള്ളവരൊക്കെ ചെയ്യുന്നതാണ്. പക്ഷേ ഇതൊക്കെ ഫ്രീ ആയിട്ട് ചെയ്തു തരുന്നതാണ്. ഈ 40,000, 50,000, 1,00,000 വോട്ടിന്റെ ഒരു ആത്മവിശ്വാസം എവിടെ നിന്ന് വരുന്നതാണ്? എന്താണ് അതിന്റെ ഘടകങ്ങൾ? കാരണം KC വേണുഗോപാലാണ് എതിരെ നിൽക്കുന്നത്. പറയുന്നത് ഭാര്യ പ്രത്യേകം പറഞ്ഞുകൊണ്ടാണ് ഞാൻ അത്രയും കൂട്ടി പറയാത്തത്. അത് കൂടുതൽ വരും. അല്ല, അതിന്റെ എങ്ങനെയാണ് ആത്മവിശ്വാസം? KC വേണുഗോപാൽ വീണ്ടും മടങ്ങി വന്നിരിക്കുകയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും കോൺഗ്രസിന് ഏത് വിധേന ഇത് തിരിച്ചു പിടിച്ചേ പറ്റൂ. KC കോൺഗ്രസിന്റെ ദേശീയതലത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവാണ്. അപ്പോൾ ആ ഒരു മത്സരത്തെ എങ്ങനെയാണ് ഒരു ആത്മവിശ്വാസം പ്രശസ്തരുമായിട്ട് മത്സരിക്കുമ്പോൾ നമുക്ക് കുറച്ചുകൂടി ഹാർഡ് വർക്ക് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാകും സ്വാഭാവികമായിട്ടും. അവർ പ്രശസ്തരാണ്, അവർ സമ്പന്നരാണ്, അവർക്ക് പലതരത്തിലുള്ള സ്വാധീനങ്ങളുണ്ട്. ഇതെല്ലാം മനസ്സിലാക്കി അതിനെ എങ്ങനെ ഓവർകം ചെയ്യണമെന്ന് കണക്കാക്കിയാണ് തെരഞ്ഞെടുപ്പിൻ്റെ പ്രവർത്തനം നടത്തുന്നത്. അപ്പോൾ അത് ഏത് മേഖലയിലാണ് എന്തൊക്കെയാണ് എന്നതിനെ സംബന്ധിച്ച് നോക്കിയിട്ട് അതിനനുസരിച്ചുള്ള പ്രവർത്തന രീതിയാണ് അവലംബിക്കുന്നത്. അതിപ്പോൾ ഞാനല്ല, പാർട്ടിയും LDF എല്ലാം ചെയ്യും. പക്ഷേ അതിനനുസരിച്ച് നമ്മുടെ ഒരു വ്യൂ അവരുടെ മുമ്പാകെ പ്രസന്റ് ചെയ്യുമ്പോൾ അവരുകൂടി സപ്പോർട്ട് ചെയ്ത് അങ്ങനെ പോകുന്നതാണ് രീതി. ഈ 20 MP-മാരുടെ കാര്യം പറയുമ്പോൾ കുറച്ചും കൂടി ആകെ ഉണ്ടായിരുന്ന കനലൊരു തരി ആണ് കൂടുതൽ പാർലമെന്റിൽ കാര്യങ്ങൾ ചെയ്തത് എന്ന് പൊതുവെ ഒരു ധാരണയുണ്ട്. അതെങ്ങനെ പുതുമുഖമായിട്ടും അതെങ്ങനെ സാധിച്ചു? അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ 113 ഡിബേറ്റ്സിൽ പങ്കെടുത്തതും ചോദ്യങ്ങളിലെ എണ്ണത്തിലുമൊക്കെ മെച്ചം വരാൻ കാരണം എന്ന് വെച്ചാൽ ഞങ്ങൾ 3 പേരല്ലേ ഉള്ളൂ CPM-നെ റെപ്രസെന്റ് ചെയ്ത്. അപ്പോൾ ഈ പ്രധാനപ്പെട്ട ബില്ലുകൾ വരുമ്പം ഞാൻ ചെന്ന് നമ്മുടെ ലീഡറോട് പറയും, നാരായൺ സേവനോട്, അത് ഞാൻ സംസാരിച്ചില്ലെങ്കിൽ അവിടെ കേരളത്തിൽ വല്ലതും ശ്രദ്ധിക്കുന്നുണ്ട്. പുള്ളി ഒരു ലീനിയൻ വ്യൂ എടുക്കും. ശരി, അത് പറഞ്ഞോ എന്ന് പറയും. അങ്ങനെ പുള്ളി സോപ്പിട്ടാണ് കൂടുതലും ഞാൻ തന്നെ കയറി അങ്ങ് പ്രസന്റ് ചെയ്യുന്നത്. നമുക്ക് 3 മിനിറ്റല്ലേ ഉള്ളൂ ആകെ. ആ 3 മിനിറ്റ് കൊണ്ട് നമുക്ക് സാധാരണ നമ്മൾ ലാംഗ്വേജ് ഫ്ലുവൻസി നമുക്ക് അത്ര വേണ്ടത്ര ഇല്ലാത്തതുകൊണ്ട് നമ്മൾ അങ്ങ് എഴുതിയങ്ങ് വായിച്ചാലേ നമുക്ക് 3000 ഐറ്റം പറയാൻ പറ്റും. ലാംഗ്വേജ് ഫ്ലുവൻസി ഉണ്ടെങ്കിൽ നമുക്ക് ടടടോടോടോന്ന് പറഞ്ഞങ്ങ് പോവാം. മുഖാമുദ്രയൊക്കെ പറയുന്ന പോലെ അങ്ങ് പറയാം. അപ്പോൾ നമ്മളെന്തെടുക്കും, 3 മിനിറ്റ് കൊണ്ട് 3000 പോയിന്റ്സ് പറയാൻ നല്ലതങ്ങ് എഴുതി അങ്ങ് പെട്ടെന്ന് വായി. പിന്നെ അല്ലാതെ വരുന്നത് മാത്രമേ ഉള്ളൂ വരാം. എന്നാലും എപ്പോൾ കയറി ഇടപെട്ടുകൊണ്ടിരിക്കും, ഏത് കാര്യത്തിലും നമ്മൾ ഇടപെട്ടുകൊണ്ടിരിക്കും. വെറുതെ ലൈവാണ്. കാര്യം ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട്, നമ്മളെ പല മെമ്പേഴ്സ്, ഞാൻ ആരൊന്നും പേരൊന്നും പറയുന്നില്ല,
അവരൊക്കെ ചിലർ രാവിലെ വന്ന് ഒപ്പിട്ട് ഉച്ചയാകുമ്പോഴത്തേക്കുള്ള കലാപരിപാടി കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാവരും നേരെ വീട്ടിൽ പോയി കിടന്ന് ഉറങ്ങിയോ മറ്റെവിടെയെങ്കിലും പോകും. പക്ഷെ നമ്മൾ വൈകുന്നേരം വരെ അവിടെ ഇരിക്കും കുത്തി അതാ പിരിയുന്നവരെ. അങ്ങനെ ഇരുന്നിരുന്നാണ് ഈ ഇത്രത്തോളം എത്തിച്ചത്. നമുക്ക് അവസാനിപ്പിക്കാം അല്ലേ? അവസാനമായിട്ട് അവിടുത്തെ വോട്ടർമാരോട് പറയാനുള്ള പ്രധാനപ്പെട്ട ഒരു കഴിഞ്ഞ 5 വർഷത്തെ ഒരു വികസന നേട്ടങ്ങളൂടെ പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം. വികസന നേട്ടങ്ങൾ ഒത്തിരിയുണ്ട്. ഒന്ന് നമ്മുടെ ഈ തീരദേശ റെയിൽവേ വന്നിട്ട് നിങ്ങൾ കാണുന്നുണ്ടല്ലോ, 10-45 കൊല്ലമായി. അന്ന് മുതൽ ആലപ്പുഴക്കാർ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് ഈ പാത ഇരട്ടിപ്പിക്കണമെന്ന്. എൻ്റെ മുൻഗാമികളായ എം പിമാരെല്ലാം കൂടെ ശ്രമിച്ചത് ഹരിപ്പാട് വന്ന് കായംകുളത്തുനിന്ന് ഹരിപ്പാട് വരെ വന്ന് നിൽക്കുകയായിരുന്നു. എൻ്റെ ഈ കാലയളവിലാണ് ഹരിപ്പാട് തൊട്ട് അമ്പലപ്പുഴ വരെ എത്തിയത്. പക്ഷെ അമ്പലപ്പുഴ ടു എറണാകുളം പിന്നെയും പെൻഡിങ് ആണ്. അത് നേടിയെടുക്കുക എന്നുള്ളതായിരുന്നു വലിയ ശ്രമം. അതിനെക്കുറിച്ച് പറയാൻ ഒരുപാട് സമയമെടുക്കും. പക്ഷെ ഞാൻ അത്രയും പറയുന്നില്ല. 2660 കോടി രൂപ അനുവദിപ്പിച്ച് പാത ഇരട്ടിപ്പിക്കൽ ആരംഭിച്ചു കഴിഞ്ഞു. അതാണ് എൻ്റെ ഏറ്റവും വലിയ, വേറെ ഒന്നും പറഞ്ഞില്ലെങ്കിൽ അത് മാത്രം മതി. ആലപ്പുഴയെ സംബന്ധിച്ചിടത്തോളം അതൊരു വലിയ അച്ചീവ്മെൻ്റാണ്. പാത ഇരട്ടിപ്പിക്കാൻ അത്രയും തുക അനുവദിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അത് ഒരുപാട് കാര്യം മന്ത്രിമാരുടെ പോളിസിയാണ്. കാര്യം സംസ്ഥാന ഗവൺമെൻറ് സ്ഥലമെടുത്ത് കൊടുത്താലേ ഡബ്ലിംഗ് നടത്തൂ എന്ന പോളിസി ഓവർകം ചെയ്താണ് അത് നേടിയെടുത്തതെന്നുള്ളതാണ് നമ്മുടെ അതിൻ്റെ ഒരു പ്രത്യേകത. അതുപോലെ തന്നെ ഇപ്പോൾ നിങ്ങൾ ആലപ്പുഴ റെയിൽവേ സ്റ്റേഷൻ നോക്കിക്കോ, പോകുന്ന വഴിക്ക് അതിന് വലിയ നിർമ്മാണം നടക്കുകയാണ്. 8 കോടി രൂപയുടെ വലിയ ഒരു ഫേസ് ലിഫ്റ്റ് നടക്കുകയാണ്. കായംകുളത്തും സെയിം തന്നെ നടന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വർക്ക് തുടങ്ങിയിട്ട് ഒരുപാട് വർഷമായി. ബഹുമാനപ്പെട്ട KC ഒക്കെ എഴുതി വെച്ചിരിക്കുന്ന കണ്ടിട്ട് എനിക്ക് സങ്കടം തോന്നുന്നു. എന്തായാലും ശരി, അത് ഉപേക്ഷിച്ചൊരു പ്രോജക്റ്റാണ്. ആ പ്രോജക്റ്റ് നമ്മൾ 10 കോടി രൂപ ഉണ്ടെങ്കിൽ പൂർത്തീകരിക്കാൻ പറ്റത്തുള്ളൂ എന്ന് വന്നപ്പോഴാണ് അത് പോയി വാങ്ങിച്ചുകൊണ്ട് വന്നത് പൂർത്തീകരിച്ച് ഇപ്പം പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യാൻ കഴിഞ്ഞത്. അതുപോലെ തന്നെ ഓരോന്നും നമ്മൾ എടുത്ത് നോക്കിയാൽ ബൈപ്പാസ് തന്നെ, ബൈപ്പാസ് കേസ് ഓരോ ഇലക്ഷൻ എടുക്കുമ്പോഴത്തേക്ക് ഒരു യോഗം വിളിച്ചു കൂട്ടി പത്രക്കാരെല്ലാം വിളിച്ചു കൂട്ടി ബൈപ്പാസ് ഉടനെ എന്നും പറഞ്ഞൊരു പ്രസ്താവന ഇറക്കിച്ചിട്ട് പിന്നെ അങ്ങ് പോവുക. 2-3 ഇലക്ഷനിൽ നിങ്ങളുടെയൊക്കെ ഇതിൽ കാണും, റെക്കോർഡ്സിൽ കാണും. ഞാനിത് ബൈപ്പാസ് ഇവിടെ പൂർത്തീകരിച്ചത് നമ്മുടെ സുധാരസവൻ്റെ ഒരു വലിയ ഇനീഷ്യേറ്റീവിലാണ് ഇത് പൂർത്തീകരിച്ചത്. 90% പൂർത്തീകരിച്ചിട്ട് ആ ബൈപ്പാസ് തുറന്നു കൊടുക്കുന്നില്ല. ഞാൻ വരുമ്പോഴുള്ള മുദ്രാവാക്യം എന്താ? വി വാണ്ട് ബൈപ്പാസ്, വി വാണ്ട് ബൈപ്പാസ്. മുഖ്യം സുധാരസവനത് ആ പില്ലറിൻ്റെ വാതിക്കെ പോയി കുത്തിയിരുന്നു. കാര്യം ഇവർ റെയിൽവേ മേൽപ്പാലം പണിയാനുള്ള ഇത് കിട്ടുന്നില്ല. 1.5 കൊല്ലക്കാലം ഞാൻ വരുന്നതിന് മുമ്പ് ഉദ്ഘാടനം ചെയ്യാവുന്നൊരു സാധനമാണ്. ആ റെയിൽവേ മേൽപ്പാലത്തിൻ്റെ തർക്കം നാഷണൽ ഹൈവേയും പിന്നെ ദേശീയപാത വിഭാഗം നാഷണൽ ഹൈവേയും റെയിൽവേയുമായിട്ട് തർക്കമാണ്. ആ തർക്കം ഞാൻ അവിടെ പോയി ബോർഡിൽ എഞ്ചിനീയറെ കൊണ്ടുവന്ന് ഇവിടെ മന്ത്രിയെയും ഉദ്യോഗസ്ഥരെയും കൂടി ഈ റെസ്റ്റ് ഹൗസിലിരുത്തി ചർച്ച ചെയ്ത് പരിഹരിച്ചപ്പോഴത്തേക്ക് ബൈപ്പാസ് തുറന്നു കൊടുക്കാൻ പറ്റി. അല്ലെങ്കിൽ ആ തർക്കിച്ച് കോടതിയും IIT മറ്റൊരു മറിച്ച് ടെക്നിക്കലും ഇങ്ങനെ പോകും. അപ്പം ഞാൻ പറഞ്ഞു ഇങ്ങനെ ഓരോ കാര്യം. ഇപ്പോൾ കേന്ദ്രീയ വിദ്യാലയം 14 ഇന്ത്യയിൽ അടച്ചുപൂട്ടി, ഒരെണ്ണം മാത്രമേ തുറന്നുള്ളൂ. 40 തവണയാണ് പോയി. ഞാൻ ഇതിനെ ഹൈക്കോടതി പോയി, എനിക്കതിനുള്ളിൽ ഹൈക്കോടതി വിധിച്ചു. അത് കഴിഞ്ഞ് അവർ സുപ്രീം കോടതി പോയി, ഞാൻ സുപ്രീം കോടതി പോയി. അത് കഴിഞ്ഞ് ഇങ്ങനെ പറഞ്ഞ് അവസാനം ഹരിപ്പാട് കേന്ദ്ര വിദ്യാലയം മാത്രം തുറന്നു. ബാക്കി 13 അടഞ്ഞെടുക്കാണ്. ആകാശവാണി അടച്ചിട്ടു. തിരുവനന്തപുരം, ആലപ്പുഴ, കവരത്തി ഒക്കെ ഇവിടെ അടച്ചിട്ടു. അവസാനം ആകാശവാണി ആലപ്പുഴ തുറന്നു. മൊത്തം അപ്ഗ്രേഡ് ചെയ്യുകയാണ്. തിരുവനന്തപുരം വിശ്വപ്രശസ്തനായിട്ടുള്ള എൻ്റെ ഞാനുമൊക്കെ ബഹുമാനിക്കുന്ന ആളാണ്. പക്ഷെ തുറന്നില്ല. ദേ ഡോണ്ട് മൈൻഡ് അബൌട്ട് ഇറ്റ്. അവരതിനെക്കുറിച്ച് ചിന്തിക്കുന്നില്ല. നമുക്കതല്ല, ലൈവ് ആയതുകൊണ്ട് ആകാശവാണി അടച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉടനെ തന്നെ അവിടുത്തെ ആൾക്കാരെല്ലാം കൂടെ സമരം ചെയ്തു. ഞാൻ പോയി എൻ്റെ കൂടെ കുത്തിയിരുന്നു. അത് കഴിഞ്ഞപ്പോൾ കുത്തിയിരുന്ന് വെച്ച് സമരം ചെയ്ത് പോരുകയല്ലല്ലോ വേണ്ടത്. അത് നടപ്പാക്കാൻ എന്താ മാർഗം? അത് ഏതെല്ലാം സോഴ്സ്? ഒറ്റ ചോദ്യം അവസാനം. അതായത് നമ്മൾ ഈ രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ കഴിവ് മാത്രമല്ല, അവസരങ്ങളും ഭാഗ്യവും വലിയ ഘടകമാണ്. ഈ തുടർച്ചയായി ഒരുപക്ഷെ ആലപ്പുഴയിൽ ജനപ്രതിനിധിയായിട്ടിരിക്കുന്ന ഒരാൾ കൂടിയാണ് താങ്കൾ. പാർട്ടി അങ്ങനെ ഒരു അവസരം നൽകിയതിന്റെ കാരണം പല നേതാക്കന്മാരും 1-2 തവണ മത്സരിച്ച് മാറി നിൽക്കും, പാർട്ടി വേറെ ആരെ പരീക്ഷിക്കും. പക്ഷെ താങ്കൾക്ക് അതൊരു വലിയ ഭാഗ്യമാണ്. അങ്ങനെയൊന്നും ഞാൻ കരുതുന്നില്ല. തോമസ് ഐസക്, ജി സുരേഷ്, അതുപോലെ പാർട്ടി ആലപ്പുഴയിൽ അവർക്കെല്ലാം ഒരുപാട് അവസരങ്ങൾ കൊടുത്തിട്ടുണ്ട്. അതുപോലെ നമ്മുടെ രാജു അബ്രഹാം 5 തവണ MLA ആയിരുന്നു. അങ്ങനെ ഒരുപാട് പേർക്ക്, സുരേഷ് കുറുപ്പിനെയൊക്കെ പലപ്പോഴും തോക്കുകയും ജയിക്കുകയൊക്കെ ചെയ്തിട്ട് പോലും പലപ്പോഴും അവസരം കൊടുത്തിട്ടുണ്ട്. അങ്ങനെ പാർട്ടിക്കൊന്നുമില്ല. ഇത് ജയസാധ്യതയല്ലേ, വിനബിലിറ്റിയാണല്ലോ പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ അതിന് നല്ലത് എന്നൊരു കൺസെപ്റ്റിൽ നിന്നുകൊണ്ടാണ് അത് വരുന്നത്. നന്ദി. ഏതായാലും വിലപ്പെട്ട സമയമാണ്, തെരഞ്ഞെടുപ്പ് പ്രചരണത്തെ തിരക്കിലാണ്. അതിനിടയിലാണ് ഇത്ര അധികം സമയം ന്യൂസ് 18 പ്രേക്ഷകർക്കൊപ്പം അദ്ദേഹം പങ്കുവച്ചത്. ഏതായാലും അദ്ദേഹത്തിന് വിജയാശംസകൾ കൂടി നേർന്നുകൊണ്ട് നമുക്ക് ഇന്നത്തെ മോർണിംഗ് വൈബ്സ് അവസാനിപ്പിക്കാം അല്ലേ? ശരി, നന്ദി. താങ്ക് യു വെരി മച്ച്.